നമസ്കാരം. ഓം 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 കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാന്ഡം സർഗം 33 സമാപിച്ചിരുന്നു. ഇപ്പോൾ ശൂർപ്പണഖ രാവണൻ്റെ കഴിവുകേടിനെപ്പറ്റി സൂചിപ്പിക്കുകയാണ്. അത്യന്തം ബലവാനും ശാന്തനും ധീരനുമായ രാമനെ തോൽപ്പിക്കാൻ രാവണന് ആകും എന്ന് തോന്നുന്നില്ല എന്ന് ശൂർപ്പണഖ സംശയിക്കുന്നു. രാവണൻ വെറുതെ വളരെ കേമനെന്ന് നടിക്കുകയാണ്. ആരെയും അടുപ്പിക്കാതിരിക്കുകയാണ് താൻ വളരെ ശക്തിമാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട്. അദ്ദേഹം രാജ്യത്തുണ്ടായിത്തീർന്ന ആപത്തിനെപ്പറ്റി അറിയുന്നതേ ഇല്ലെന്ന് തോന്നുന്നു. എത്ര സമർത്ഥനായാലും രാജ്യത്തിന് കൊള്ളരുതാത്തവൻ ഒന്നിനും കൊള്ളാത്തവനായിട്ടാണ് ഭവിക്കുന്നത്. ഇങ്ങനെ ദുർബുദ്ധിയായി രാവണൻ കഴിയുകയാണ്, ഒരു ഗുണവും ഇല്ലാത്തവനാണ് എന്നൊക്കെ ശൂർപ്പണഖ സൂചിപ്പിക്കുന്നു. രാജാക്കന്മാർ സാധാരണ രാജ്യത്തുണ്ടാകാൻ പോകുന്ന ആപത്തിനെ പറ്റി ചാരന്മാരിൽ കൂടെയാണ് അറിയുന്നത്. എന്നാൽ അങ്ങനെ ചാരന്മാരിലൂടെ വിവരങ്ങൾ അറിയാൻ രാവണന് കഴിഞ്ഞില്ല. ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി കഴിയുകയാണ് രാവണൻ. ഗുണദോഷങ്ങൾ വിവേചിച്ചറിയാൻ സാധിക്കുന്നില്ല. രാജ്യം കൈവിട്ടു പോകാനായിട്ടും ഒന്നും അറിയാത്തവനെ പോലെ രാവണൻ കഴിയുകയാണ്. ഇങ്ങനെയൊക്കെ ശൂർപ്പണഖ തൻ്റെ ദോഷങ്ങൾ പറഞ്ഞപ്പോൾ രാവണൻ വളരെ നേരം ചിന്താവിവശനായി ഇരുന്നു. ഇനി അടുത്ത സർഗത്തിലെ പ്രതിപാദ്യം എന്താണെന്ന് നോക്കാം. സർഗം 34. ചതുസ്ത്രിംശ സർഗഃ. തതശൂർപ്പണഖാം ദൃഷ്ട്വാ ബ്രുവന്തിം പരുഷം വചഃ അമാത്യമധ്യേ സംക്രുദ്ധ പരിപ്രച്ഛ രാവണഃ. അമാത്യരുടെ മുന്നിൽ വെച്ചിങ്ങനെ പരുഷം പറയുന്നവളായ ശൂർപ്പണഖയെ നോക്കി ക്രുദ്ധനായ രാവണൻ ചോദിച്ചു. ശ്ലോകം 2. കച്ഛരാമകഥം വീര്യ കിം രൂപ കിം പരാക്രമഃ കിമർത്ഥം ദണ്ഡകാരണ്യം പ്രവിഷ്ടച്ഛ സുദുസ്തരം. ആരാണ് രാമൻ? എന്താണ് അവൻ്റെ ശക്തി? അവൻ്റെ രൂപം എങ്ങനെ? പരാക്രമം എത്രത്തോളം? എന്തിനു വേണ്ടിയാണ് അവൻ ദുർഗമമായ ദണ്ഡകാരണ്യത്തിൽ എത്തിയിരിക്കുന്നത്? ശ്ലോകം 3. ആയുധം കിംച രാമസ്യ യേന തേ രാക്ഷസാ ഹതാഃ ഖരച്ഛ നിഹതഃ സംഘേ ദൂഷണസ്ത്രീ ശിരാസ്തഥാ. ആ രാക്ഷസരെ മുഴുവനും ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നിവരെയും യുദ്ധത്തിൽ നിഹനിച്ച രാമൻ്റെ ആയുധങ്ങൾ എന്തെല്ലാമാണ്? ശ്ലോകം 4. തത്വം ബ്രൂഹി മനോജ്ഞാംഗീ കേന ത്വം ച വിരൂപിതാഃ ഇത്യുക്ത്വാ രാക്ഷസേന്ദ്രാണ രാക്ഷസീ ക്രോധമൂർച്ഛിത. ശ്ലോകം 4ൻ്റെ അർത്ഥം. മനോജ്ഞാംഗി, ആരാണ് നിന്നെ ഇങ്ങനെ വിരൂപണം ചെയ്തത്? അതെല്ലാം പറയുക. ഇപ്രകാരം പറഞ്ഞ രാക്ഷസേന്ദ്രനോട് ക്രോധമൂർച്ഛിതയായ രാക്ഷസി
രാമനെപ്പറ്റി ഉള്ളതുപോലെയെല്ലാം പറയാൻ തുടങ്ങി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.